ഫ്രണ്ട്സ്, അലീനയുടെ മനുവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയും രോഹിത്തും കൂടി ചേർന്ന് അച്ഛനെ കാണാൻ പോയിട്ട് മാനേജർ അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പം ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, അത്ര വലിയൊരു കേസിൽ ആകപ്പെട്ടൊരു വ്യക്തിയാണല്ലോ ഈ രോഹിത്ത്. രോഹിത്തിനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങൾ വേറെ എവിടെയും നോക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വിടുവാണ്. അപ്പം അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ബബിതയും കൃഷ്ണമോളെല്ലാം ചോദിക്കുന്നുണ്ട്, എന്തായാലും ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക്. കാരണം ഇത്ര നാൾ ഏറ്റവും കൂടുതൽ എന്ത് കാര്യം എടുത്താലും പോകുന്ന കാര്യത്തിലെല്ലാം സക്സസ് നേടിക്കൊണ്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മളെല്ലാവരും അലീനെ കണ്ടുകൊണ്ടിരുന്നത്. അതിന് എല്ലാവരും പ്രശസ്തിയും കാര്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്ത്, അതുപോലെ അലീനയും ആ കാര്യത്തിൽ എല്ലാം മുന്നിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഫ്ലോപ്പായി പോയതുകൊണ്ട് ഇനിയിപ്പം വൈജയുടെ കയ്യിൽ നിന്നും പിന്നെ കമലയുടെ കയ്യിൽ നിന്നെല്ലാം നല്ലത് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് എന്തുമാത്രമാണെന്ന് അറിയത്തില്ല, എന്നാണ് കാത്തിട്ട് തന്നെ കാണാം. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞ ഒരു വീഡിയോ ആണിത്. അപ്പം അലീനയും ഒക്കെ അലീനും രോഗത്തിലും ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുമ്പോഴത്തേക്ക് പറയുകയാണ്, ഇന്ന പോലെ അഡ്മിഷൻ കിട്ടിയില്ല, ഇനിയിപ്പോൾ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ മാർഗം എന്തെങ്കിലും നോക്കണം, മാത്രമല്ല അവിടെ കിട്ടത്തില്ല, വേറെ കോളേജിൽ അന്വേഷിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ എക്സാമോ മറ്റൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, എഴുതാനൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഉടനെ ഭവിത ചോദിക്കുന്നുണ്ട്, ചേച്ചി അതെന്താ കാര്യം എന്നാന്ന് ചോദിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നപോലെ ഈ കേസ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്, കേസിലാകപ്പെട്ടൊരു വ്യക്തി, കാരണം ഒരു പെണ്ണിനെ പീഡിപ്പിച്ച വ്യക്തി എന്നുള്ള രീതിയിലാണ് അവിടെ പിന്നെ ഇപ്പോഴും അറിയപ്പെടുന്നത്. പിന്നെ കാശിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോയെന്നുള്ള എല്ലാവരുടെയും ചിന്താഗതി. മാത്രമല്ല കോളേജിൽ വേറെ പെൺപിള്ളേർ പഠിക്കുന്നതല്ലേ, അപ്പോൾ ഈ അവനെ കൊണ്ട്, അത് രോഗത്തിനെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു, മാത്രമല്ല ഒരു സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷന് ബാധിക്കുന്നൊരു കേസായതുകൊണ്ട് കൂടുതലായിട്ട് എങ്ങനെ പോയെന്ന് പറഞ്ഞാലും മാനേജ്മെൻറ്റ് മറ്റുള്ള കുട്ടികളോ അവരുടെ പേരൻസ് ഒന്നും സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചേച്ചി, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് പോയി, ചേച്ചി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാനും പരമാവധി ശ്രമിച്ചു, നടന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വൈജ അങ്ങോട്ട് കയറി വരികയാണ്. വൈജ അങ്ങനെ വന്നിട്ട് ആ കസേര അവിടെ ഇരിക്കുകയാണ്. വൈജ ഇരുന്നിട്ട് പറഞ്ഞു, എന്തായി രോഹിത്തെ, നാളെ മുതൽ കോളേജിൽ പോകാമെന്ന് ചോദിച്ചു. അവിടെ ഇല്ല, പോകാൻ പറ്റത്തില്ല, കാരണം അഡ്മിഷൻ കിട്ടിയില്ല, അഡ്മിഷനില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും ഇവിടെ ഒരാൾ, അത് അലീന എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളാണല്ലോ. അലീന എല്ലാവരെയും കൊണ്ടുപോകും, എല്ലാവരെയും കൈകാര്യം ചെയ്യും, എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, എല്ലാം സക്സസ് ആകും എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പം എന്താ കാര്യങ്ങളെല്ലാം ഫ്ലോപ്പായോ? എന്തായിരുന്നു? കാരണം ഞാൻ പറഞ്ഞില്ലേ, അവളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ ശരണ്യയുടെ മനസ്സുള്ളത് കൊണ്ടായിരിക്കും നിനക്ക് ജാമ്യം കിട്ടുക, അല്ലാതെ അലീന ചെയ്തിട്ടൊന്നും അല്ല. ഇവളൊക്കെ എന്ന് പറയുമ്പോൾ അലീന നിൽക്കുമ്പോഴാണ് ഈ നിർത്തിപ്പരിപ്പേരും. ഇവളൊക്കെ ഇവിടെ വരുന്നത് തന്നെ, ഇവിടെ വന്നേ പിന്നീട് ഈ വിഷയം തന്നെ ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വിഷയം ഉണ്ടാകത്തില്ല, നിനക്ക് ഈ കോളേജിൽ തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നത്. ഇവിടെ പോലെയുള്ള ആളൊക്കെ ഇവിടെ ഈ വീട്ടിൽ കയറുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ കെട്ടിയവനുമായിട്ടും എൻ്റെ മക്കളായിട്ടും പിരിഞ്ഞ് താമസിക്കേണ്ട വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഭവിത പറയുകയാണ്, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, അമ്മ എന്ത് അറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്, പോകുന്ന കാര്യത്തിലെല്ലാം സക്സസ് ആകണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അപ്പം ഈ അലീന ചേച്ചി അമ്മ പോയി പ്രവർത്തിക്കേണ്ട മേഖലകളിലാണ്, അതായത് അമ്മ പോയി കാര്യങ്ങൾ നേടിക്കൊടുക്കേണ്ട സ്ഥലത്തൊക്കെയാണ് അലീന ചേച്ചി പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക്, നീ എന്ത് ഈ പറയുന്നത്? ഒരു സ്ഥാപനത്തിൽ കയറി പോകുമ്പോഴത്തേക്ക് ആ സ്ഥാപനത്തിൽ അവരന്വേഷിക്കത്തില്ല, ഒരു ജോലിക്കാരി ആ വീട്ടിലെ ചെറുക്കനുമായിട്ട് പോവുക. അപ്പം ആ ജോലിക്കാർക്ക് എന്നാ കൾച്ചറാണ് ഉള്ളത്, ആ ജോലിക്കാരെ ഏത് രീതിയിൽ അവർ കാണുന്നത് എന്നൊക്കെ രീതി പറയുമ്പോഴത്തേക്ക്, എന്നിട്ട് അമ്മ നോക്കുന്നുണ്ടോ? അമ്മ ഇത്ര നാൾ ഇവിടെ ഉണ്ടല്ലോ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം, അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അമ്മ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? അമ്മ ഇപ്പോഴും അതെ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പിടിവാശി, അമ്മയുടെ അഹങ്കാരം, ധാർഷ്ട്യം മാത്രമേ ഉള്ളൂ. അമ്മ എന്തെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് മോശം? കാരണം എൻ്റെ ഭർത്താവിന് എൻ്റെ പിള്ളേരെയും പിരിച്ചതായിട്ടുള്ള പെണ്ണിനോട് ഞാൻ എന്നാ കാണിക്കുന്നത്? ഇവളും പടച്ചു പറ്റി, ഇവളെ വളർത്തിയത് അതിനെക്കാട്ടും രീതിയിൽ, അതായത് പ്രജിത്താമ്മയോ അവരൊക്കെ കാരണം കൊണ്ടാണല്ലോ ഇവളൊക്കെ വന്നു പറ്റിയത്. അവരൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത്? അവരെയൊക്കെ ഓടിക്കണം, ഇവളൊക്കെ വളർത്തണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അലീനയ്ക്കാണ് ചൊറിഞ്ഞ് കയറുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. അതായത്
തന്നെ പ്രസവിച്ച അമ്മയെക്കുറിച്ച്, അത് സ്വന്തം വൈജയാണ്, വൈജയെക്കുറിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ തന്നെ പ്രസവിച്ച ഏത് സ്ത്രീയാണ് ഇപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞാലും വിഷയമില്ലായിരുന്നു. പക്ഷേ അത്രയും കാരണം പെറ്റിട്ടത് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ വളർത്തിയത് ആ പ്രജിത്താമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയാണ്. അപ്പം അവർ ഈ കാര്യത്തിൽ എല്ലാം നോക്കി കണ്ട് നടത്തി അവരെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് പിടിക്കത്തില്ലോ. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം അലീനയ്ക്ക് നല്ല ചൊറിഞ്ഞ് കയറുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ എന്താണ് അമ്മ ചെയ്യേണ്ടതായിട്ടുള്ള കടമകൾ അമ്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഒരു കാര്യം കുഴപ്പമില്ലായിരുന്നു. അമ്മ അന്വേഷിക്കാത്ത രീതിയിൽ നിന്നപ്പോഴത്തേക്ക് മക്കൾ പല രീതിയിൽ നടന്നു. അതിൻ്റേതായിട്ടുള്ള ഒക്കെ പ്രശ്നങ്ങളായി ഇപ്പം നേരിട്ട് നല്ലത്. അനിലിൻ്റെ ചേച്ചി കുറ്റമൊന്നും പറയരുതെന്ന് പറഞ്ഞ് നീയൊക്കെ എന്തെങ്കിലും കാണിക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജ് എഴുന്നേറ്റ് പോവാണ്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നുണ്ട് നമ്മുടെ രേവതിയുടെ വീട്ടിലാണ്. അതായത് രേവതി മാമച്ചനും ഗ്രേസിയൊക്കെ താമസിക്കുന്ന വീട്ടിലാണ്. അപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഗ്രേസിയുടെ മകനുണ്ട്, ഗ്രേസി മാമച്ചൻ്റെ മകനുണ്ട്. മകൻ്റെ ആദ്യത്തെ കാമുകി, ആദ്യത്തല്ല മകൻ മരിച്ചു പോയല്ലോ. അപ്പം മകൻ്റെ കാമുകിയുടെ ഭർത്താവുണ്ട്. അപ്പം മകൻ മരിച്ചു പോയി കഴിഞ്ഞ് കാമുകി വേറൊരു കല്യാണം കഴിച്ചു. അപ്പോൾ അതിലെ ഭർത്താവ് രാത്രി നല്ല മഴ, ഭയങ്കര കോരിത്തരിക്കുന്ന മഴ പെയ്യുക. അപ്പം ആ മഴയത്ത് ചെളിയെല്ലാം ഉണ്ട്, നല്ല രീതിയിലുണ്ട്. ആ സമയത്ത് വണ്ടി ഓടിച്ച് കയറി വന്നിട്ട് ഒച്ച വെച്ച് വിളിക്കുവാണ്, ഇറങ്ങി വാടാ നല്ല രീതിയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ഈ രേവതി പെട്ടെന്ന് പോയി മാമച്ചനെയും ഗ്രേസിയും വിളിക്കുന്നുണ്ട്. ആരെ വിളിക്കുന്നുണ്ട് പറയുമ്പോൾ നിനക്ക് എന്നാത്തിൻ്റെ എന്നാ രേവതി ഇങ്ങനെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ല ആരോ പുറത്ത് വിളിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാൻ പറയുമ്പോൾ നോക്കുമ്പോൾ ഇന്ന ആളാന്ന് പറയുമ്പോഴത്തേക്ക് പറയണം എന്താന്ന് ഒന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്നാ ചേട്ടാ വന്നതെന്ന് ചോദിക്കുമ്പോൾ എടി നീക്കൊന്നൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇവിടുത്തെ മകൻ്റെ കാമുകി, അതായത് എൻ്റെ ഭാര്യ, അവൾക്ക് ഇവിടുത്തെ മകൻ മുഖേന ഉണ്ടായ ഒരു കൊച്ചുണ്ട്. ആ കൊച്ച് എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, പക്ഷേ എനിക്കറിയാം. ഞാൻ പറയത്തില്ല, എല്ലാവരും കുറിച്ച് എന്നെ ചതിച്ചതാണ്, ഞാൻ പറയത്തില്ല. അതെവിടെ ഉണ്ടെന്ന് പറയാം. അത് നിങ്ങൾ പറയാണ്ടിരിക്കരുത്, ഞങ്ങളെല്ലാം അന്വേഷിച്ച് നടക്കില്ല. പറയത്തില്ല എന്ന് പറഞ്ഞാൽ പറയത്തില്ല. നിങ്ങൾ എന്നെ വെള്ളം കാണിച്ചു, ഞാൻ ഇനി ഒരിക്കലും ഇത് പറയത്തില്ല. ഈ ലോകത്ത് നിങ്ങൾ ആ കൊച്ചിനെ തേടി ഇങ്ങനെ ഈ പ്രായം ചെയ്യുന്ന സമയത്ത് ഗ്രേസിയും മാമച്ചനും എല്ലാം നടക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അത് നടക്കണം. അതെവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ കൊച്ചു ജീവനോടെ ഉണ്ട്. ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, ഞാൻ ഒരിക്കലും പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ എന്താണെങ്കിലും പറയാമെന്ന് പറഞ്ഞാൽ നീ ആരാടി ചോദിക്കുക, നിൻ്റെ അടുത്തൊക്കെ പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞ് കുറേ ചീത്തയൊക്കെ വിളിച്ചിട്ട് വണ്ടി എടുത്ത്, അതായത് ചെളിയെല്ലാം തെറിപ്പിച്ച്, അതായത് രേവതിക്കുട്ടിയുടെ ചെളി തെറിപ്പിക്കുന്ന രീതിയിലുള്ള വണ്ടിയൊക്കെ ഓടിച്ച് തിരിച്ച് പോകുന്നുണ്ട്. നല്ല പൂസാണ്, നല്ല വെള്ളം അടിച്ചിട്ടുണ്ട് ആൾ. അതിൻ്റെ എന്തോ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് ഇവിടുത്തെ മകനും പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ അതായത് ഭ്രാന്താശുപത്രി കിടക്കുകയാണല്ലോ, അതായത് ഭ്രാന്ത് അഭിനയിച്ച് കിടക്കുന്നത്, എല്ലാവരും കൂടി ചേർന്ന് എന്നെ കളിപ്പിച്ചതല്ല. ഇനി ഞാൻ ഒരിക്കലും അതൊന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ല. എന്താണേലും ഇനിയുള്ള ദിവസങ്ങളിൽ കാരണം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ആ കൊച്ചിന് വേണ്ടി അലഞ്ഞ് നടക്കുന്ന എനിക്ക് കാണുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ഈ കാര്യം വന്ന് രേവതി ഇവരോട് പറയുമ്പോഴത്തേക്ക് പറയും, എന്തൊരു കഷ്ടമാണ്. കാരണം ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന കൊച്ചിനെ എങ്ങനെയും തിരിച്ചു പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനറിയാം, പക്ഷെ അവൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തായാലും കുഴപ്പമില്ല, അവനെ എങ്ങനെയും ചാക്കിലാക്കണം. അവനെ ചാക്കിലാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് കൊച്ചിനെ തിരിച്ചു പിടിക്കാനുള്ള വഴി നോക്കണം എന്നുള്ള ഇതിൽ പറഞ്ഞ് വെക്കുന്ന ഒരു സീനാണ് നമ്മൾ നാളത്തെ വിശേഷങ്ങളിൽ അവസാനമായിട്ട് കാണുന്നത്. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം. വരുന്ന ദിവസങ്ങൾ ഓരോ വിശേഷങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്കും 2:30ക്കും ഇടയ്ക്കായിട്ട് നമ്മൾ വരാനിരിക്കുന്ന വിശേഷം പങ്കുവെക്കുന്നുണ്ട്. മോർണിംഗ് ഇന്നത്തെ വിശേഷം ഇടുന്നുണ്ട്. എല്ലാ ദിവസം ദിവസം 3 വീഡിയോ വെച്ചിടുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാം മറക്കാതെ കാണണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.